निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधर श्रीवासादि गौरभक्तवृंदा हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे श्री चैतन्य मनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकम् वन्देऽहं श्रीगुरो श्रीयुतापदकमलं श्रीगुरुं वैष्णवां च श्रीरूपं साग्रजातं सहगणा रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्ण चैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश हे कृष्णा करुणा सिंधो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधर श्रीवासादि गौरभक्तवृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും സ്വാഗതം. നമ്മളിവിടെ വായിക്കുന്നത് ഭഗവത്ഗീത യഥാരൂപം. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി എസ് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപത്തിലെ 2ാമത്തെ അധ്യായം ഗീതാവിഷയ സംഗ്രഹമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇതുവരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ ആത്മാവിന്റെ വ്യത്യസ്ത സ്വഭാവങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായി. അർജുനൻ ആത്മാവിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്, ശരീര നിലവാരത്തിൽ ചിന്തിക്കുന്നത് കൊണ്ടാണ് അർജുനൻ ഇങ്ങനെ വിലപിക്കുന്നത്. അർജുനന്റെ ദുഃഖത്തിന്റെ കാരണം ശരീരബോധത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ്, ആത്മാവിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ഭഗവാൻ ആത്മാവിനെ കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വിശദീകരിച്ചു കൊടുത്തു. അല്ലെ, ആത്മാവ് ഒരിക്കലും നശിക്കാത്തതാണ്, ശരീരം മാത്രമാണ് നശിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നശിക്കാത്ത ഒരു വസ്തുവിനെ കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ആത്മാവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ആത്മാവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഒരേപോലെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യവും ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വദതി തഥൈവ ചാന്യഃ ആശ്ചര്യവച്ചൈനം അന്യശൃണോതി ശ്രുത്വാപ്യേനം വേദ നൈവ കശ്ചിത്. ആത്മാവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് ഭഗവാന്റെ അനുഗ്രഹം ആവശ്യമാണ്, ഗുരുപരമ്പരയുടെ ആവശ്യമാണ്, ഗുരുപരമ്പരയുടെ അനുഗ്രഹം ആവശ്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ആത്മാവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒരേപോലെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത് എന്നുള്ള കാര്യവും ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അടുത്ത ശ്ലോകത്തിൽ ഈ ഒരു സാഖ്യയോഗം എന്നുള്ള കാര്യം, ആത്മാവിനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ ഭഗവാൻ ചുരുക്കുകയാണ്. അതിനടുത്ത ഭാഗത്ത് കർമ്മയോഗം അനുസരിച്ച് അർജുനൻ എന്താണ് പ്രവർത്തിക്കേണ്ടത്. സാഖ്യയോഗം അനുസരിച്ച് അർജുനൻ തീർച്ചയായിട്ടും യുദ്ധം ചെയ്യേണ്ടതാണ്. കാരണം ആത്മാവ് നശിക്കുന്നില്ല. യുദ്ധത്തിൽ ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ. ശരീരം നശിച്ചാലും അവർക്ക് പുതിയൊരു ശരീരം കിട്ടും. അതുകൊണ്ട് യുദ്ധം ചെയ്യുന്നത് പാപമാണ്, അവരെ ഞാൻ ഇല്ലാതാക്കുകയാണ് എന്ന് വിചാരിച്ച് യുദ്ധം ചെയ്യാതിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല.
എന്ന് സാംഖ്യയോഗ പ്രകാരം ഭഗവാൻ പറഞ്ഞു കൊടുത്തു. ഇവിടെ ഭഗവാൻ പറയുന്നത് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ സാംഖ്യയോഗം ചുരുക്കുകയാണ്. അതിന്റെ അടുത്ത ശ്ലോകം മുതൽ കർമ്മയോഗം അനുസരിച്ച് അർജുനൻ എന്തുകൊണ്ട് യുദ്ധം ചെയ്യണം എന്ന് ഭഗവാൻ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് 30ാമത്തെ ശ്ലോകം കൂടി വായിക്കാം. 30ാമത്തെ ശ്ലോകത്തിൽ സാംഖ്യയോഗം ഭഗവാൻ ചുരുക്കുകയാണ്. ദേഹി നിത്യമവധ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിതും അർഹസി. വിവർത്തനം ഭാവാർത്ഥം വായിച്ചതിന് ശേഷം നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം എന്താണ് ഭഗവാൻ പറയുന്നത് എന്നുള്ള കാര്യം. 30ാമത്തെ ശ്ലോകം വായിച്ചോളൂ. 2ാമത്തെ അധ്യായത്തിൽ 30ാമത്തെ ശ്ലോകം. ദേഹി നിത്യമവധ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിതും അർഹസി. ആരാണ് വായിക്കുന്നത്? ഹരേ കൃഷ്ണ പ്രഭുജി. ശ്ലോകം 30. ഹരേ കൃഷ്ണ. ദേഹി നിത്യമവധ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാ സർവാണി ഭൂതാനി നത്വം ശോചിതുമർഹസി. ഹേ ഭാരത, ദേഹത്തിൽ വസിക്കുന്ന സത്ത അനശ്വരമാണ്. അതിനെ കൊല്ലുവാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഏതൊരു ജീവനെ കുറിച്ചും നീ വ്യസനിക്കേണ്ടതില്ല. ഭാവാർത്ഥം. ശ്രീ ഭഗവാൻ പരിണാമാതീതനായ ആത്മാവിനെ കുറിച്ചുള്ള വിവരണം ഇവിടെ നിർത്തുകയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ അനശ്വരനായ ആത്മാവിനെ വിവിധ രീതികളിൽ വർണ്ണിച്ചതിന് ശേഷം ആത്മാവ് നാശരഹിതനും ശരീരം നശ്വരവുമാണെന്ന് സ്ഥാപിക്കുന്നു. അതുകൊണ്ട് ഒരു ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് അർജുനന് തന്റെ മുത്തച്ഛനും ഗുരുവും ഭീഷ്മനും ദ്രോണനും യുദ്ധത്തിൽ മരിച്ചേക്കുമെന്ന് ഭയന്ന് കർത്തവ്യ നിർവഹണത്തിൽ നിന്ന് പിന്മാറാൻ പാടില്ല. ഭൗതിക ശരീരത്തിന് അതീതമായി ഒരാത്മാവുണ്ടെന്ന് ശ്രീകൃഷ്ണനെ പ്രമാണമാക്കി നാം മനസ്സിലാക്കണം. ആത്മാവ് എന്നൊന്നില്ലെന്നോ രാസപദാർത്ഥങ്ങളുടെ സമ്മിശ്രണ ഫലമായി ഭൗതിക പരിണാമത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ജീവന്റെ ലക്ഷണങ്ങൾ ആവിർഭവിക്കുകയാണെന്നോ പറയുന്നതല്ല. ശരി, ആത്മാവിന് ശാശ്വതമുണ്ടെന്നത് ഒരിക്കലും ഹിംസ ആശാസ്യമല്ല. എങ്കിലും ഒരു യുദ്ധത്തിൽ ഹിംസയുടെ അത്യാവശ്യം വരുമ്പോൾ അതിനെ അപലപിക്കുവാൻ വയ്യ. ദൈവഹിതമനുസരിച്ച് ആവശ്യം സാധൂകരിക്കപ്പെടാനും എന്നാൽ അത് തന്നിഷ്ടപ്രകാരമാകരുത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ഉഷാകുമാരി മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ ഇവിടെ ഇതുവരെ പറഞ്ഞതിന്റെ മുഴുവൻ ചുരുക്കം എന്താണ് അർജുനൻ മനസ്സിലാക്കേണ്ടത് എന്ന് ചുരുക്കി പറയുകയാണ്. ദേഹി നിത്യമവധ്യോയം. ഇത്രയും പറഞ്ഞതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ദേഹി, ശരീരത്തിലിരിക്കുന്ന ആത്മാവ് ഒരിക്കലും നശിച്ചു പോകുന്നില്ല. അത് നിത്യനാണ്. ആർക്കും അതിനെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അവധ്യോയം, അതിനെ വധിക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. ദേഹി നിത്യം അവധ്യോയം ദേഹേ സർവസ്യ ഭാരത. എല്ലാ ശരീരത്തിൽ ഇരിക്കുന്ന ആത്മാവിന്റെയും സ്വഭാവം ഇത് തന്നെയാണ്. അതൊരിക്കലും നശിക്കാത്തതാണ്. അതിനെ ആർക്കും ഇല്ലാതാക്കാൻ സാധിക്കില്ല, നശിപ്പിക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. ദേഹി നിത്യം അവധ്യോയം ദേഹേ സർവസ്യ ഭാരത. എല്ലാ ആത്മാവിന്റെ കാര്യം ഇതുപോലെ തന്നെയാണ്. ഒരു ജീവാത്മാവും ഒരിക്കലും നശിച്ചു പോകുന്നില്ല. അത് നിത്യമാണ് എന്നാണ് പറയുന്നത്. തസ്മാത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തസ്മാൻ സർവാണി ഭൂതാനി. ഒരു ജീവജാലങ്ങളെ കുറിച്ചും ഒരു ജീവാത്മാവിനെ കുറിച്ചും നത്വം ശോചിതും അർഹസി. വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആത്മീയ നിലവാരത്തിൽ എത്തിയ ഒരു വ്യക്തിയെ കുറിച്ചും ചിന്തിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? ആത്മാവ് നശിക്കുന്നില്ല എന്ന് ആ വ്യക്തിക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ ഭഗവാൻ പറഞ്ഞത്, നീ വിഷമിക്കേണ്ടാത്ത ഒരു വസ്തുവിനെ കുറിച്ച് ചിന്തിച്ചാണ് വിഷമിക്കുന്നത് അല്ലെ? അശോചാൻ അനുശോചസ്ത്വം പ്രജ്ഞാവാദാംശ ഭാഷസേ ഗതാസൂൻ അഗതാസൂൻശ നാനുശോചന്തി പണ്ഡിത. നീ ഒരിക്കലും ദുഃഖിക്കാൻ ആവശ്യമില്ലാത്ത ഒരു വസ്തുവിനെ കുറിച്ച് ദുഃഖിച്ചാണ്
ഇപ്പോൾ സംസാരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് തത്വം ശോചിതമർഹസി എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഒരു ജീവനെക്കുറിച്ചും ആരും ചിന്തിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും സംഭവിച്ചു പോകും, നാളെ എന്തെങ്കിലും സംഭവിച്ചു പോകും, അല്ലെ എന്ന് വിചാരിച്ച് നാളെ ഇല്ലാതായി പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിപ്പോകും എന്നൊന്നും വിചാരിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? ആ ജീവാത്മാവിന് ഒന്നും പറ്റുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അതിന് ഒന്നും സംഭവിക്കുന്നില്ല. ശരീരത്തിൽ ഏതൊരവസ്ഥയിലാണെങ്കിലും അതിനൊന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് നീ ഒരു ജീവനെ കുറിച്ചും തസ്മാത് സർവാണി ഭൂതാനി, ഒരു ജീവനെ കുറിച്ചും യഥാർത്ഥത്തിൽ ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. യഥാർത്ഥ ആത്മീയ ജ്ഞാനത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ആരെക്കുറിച്ചും ദുഃഖിക്കാനില്ല. അവനവനെ കുറിച്ച് ദുഃഖിക്കാനില്ല, മറ്റുള്ളവരെ കുറിച്ചും ദുഃഖിക്കാനില്ല. കാരണം എന്താണ്? അവനവനൊന്നും സംഭവിക്കുന്നില്ല, മറ്റുള്ളവർക്കും ഒന്നും സംഭവിക്കുന്നില്ല. സംഭവിക്കുന്നതെല്ലാം ശരീരത്തിനാണ്. ശരീരം ഇല്ലാതായി കഴിഞ്ഞാലും ശരീരത്തിന് എന്തെല്ലാം സംഭവിച്ചാലും, ശരീരത്തിനെ മുറിച്ചു കഴിഞ്ഞാലും അതിന് ആത്മാവിനൊന്നും സംഭവിക്കുന്നില്ല. അത് ഭഗവാൻ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ ശോഷേവച നിത്യ സർവഗതസ്ഥാനോ അചലോയം സനാതന. ഇത് സനാതനാണ്, ജീവാത്മാവ് ഒരിക്കലും നശിക്കാത്തതാണ്. ശരീരം കഷ്ണങ്ങളായി മുറിച്ചാൽ പോലും ജീവാത്മാവിനൊന്നും സംഭവിക്കുന്നില്ല. അച്ഛേദ്യോയം, അതിനെ ഛേദിക്കാൻ ആർക്കും സാധിക്കുന്നില്ല. അതുകൊണ്ട് നീ യഥാർത്ഥത്തിൽ ദുഃഖിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നീ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ പാപം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് യുദ്ധം ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് നിന്റെ സ്വധർമ്മമാണ്. ആ സ്വധർമ്മം അനുസരിച്ച് പ്രവർത്തിക്കുക മാത്രം നീ ചെയ്താൽ മതി. അതാണ് നിനക്ക് അഭികാമ്യമായിട്ടുള്ള കർമ്മം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ കർമ്മയോഗം അനുസരിച്ച് അർജുനൻ യുദ്ധം ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് എന്ന് വിശദീകരിച്ച് പറഞ്ഞത്. അപ്പോൾ ഇതുവരെ സാഖ്യയോഗം അനുസരിച്ച് ആത്മാവിനെ കുറിച്ച് അറിഞ്ഞത് കൊണ്ട് എന്തുകൊണ്ട് യുദ്ധം ചെയ്യണം എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. ഇനി കർമ്മയോഗം അനുസരിച്ചും, അതായത് സമൂഹത്തിൽ ഓരോരുത്തർക്കും ഓരോ സ്ഥാനമുണ്ട്, ഓരോ കർമ്മങ്ങളുണ്ട്. ആ കർമ്മം അനുസരിച്ച് പ്രവർത്തിക്കുന്നതിനെയാണ് കർമ്മയോഗം എന്ന് പറയുന്നത്, കർമ്മം എന്ന് പറയുന്നത്. അത് ഭഗവാന് വേണ്ടി പ്രവർത്തിപ്പിക്കുന്നതിനെയാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. അപ്പോൾ കർമ്മയോഗം വിശദമായിട്ട് അടുത്തുള്ള അധ്യായങ്ങളിൽ പറയുന്നുണ്ട്. 3-ാമത്തെ അധ്യായത്തിലും 5-ാമത്തെ അധ്യായത്തിലും ഒക്കെ കർമ്മയോഗത്തിനെ കുറിച്ച് ഭഗവാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. അതിന്റെ ഒരു ചുരുക്കം മാത്രമാണ് ഇവിടെ ഈ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞത്. അപ്പോൾ ആത്മതത്വത്തിന്റെയും കർമ്മയോഗത്തിന്റെയും ജ്ഞാനയോഗത്തിന്റെയും ഭക്തിയോഗത്തിന്റെയും ഒക്കെ ചുരുക്കം മാത്രമാണ്, സംഗ്രഹമാണ് ഈ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഈ അധ്യായത്തിന് ശ്രീല പ്രഭുപാദർ ഗീതാവിഷയ സംഗ്രഹം എന്ന് പേര് കൊടുത്തിട്ടുള്ളത്. ഈ അധ്യായത്തിന്റെ പേര് ഗീതാവിഷയ സംഗ്രഹം എന്നാണ്. ചുരുക്കം, എല്ലാ അധ്യായത്തിലുമുള്ള കാര്യങ്ങൾ ഭഗവാൻ ഇവിടെ ചുരുക്കി പറയുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു അടുത്ത ശ്ലോകം വായിക്കാം. കർമ്മയോഗം അനുസരിച്ച് അർജുനൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നു. 31-ാമത്തെ ശ്ലോകം മുതൽ സ്വധർമ്മമഭിചാവേക്ഷ്യ ന വികർമ്മിതുമർഹസി ധർമ്മ്യാദി യുദ്ധാത് ശ്രേയോ അന്യത് ക്ഷത്രിയസ്യ ന വിദ്യതേ. സ്വധർമ്മമഭിചാവേക്ഷ്യ ന വികമ്പിതുമർഹസി ധർമ്മ്യാദി യുദ്ധാത് ശ്രേയോ അന്യത് ക്ഷത്രിയസ്യ ന വിദ്യതേ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഭഗവാൻ പറയുന്നത് നോക്കാം. നമുക്ക് വിവർത്തനം ഭാവാർത്ഥം വായിക്കാം, അതിനുശേഷം ഡിസ്കസ് ചെയ്യാം. ആരാണ് വായിക്കുന്നത്? ഞാൻ വായിക്കട്ടെ പ്രഭുജി. സരസ്വതി മാതാജി വായിച്ചു. കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. സ്വധർമ്മമഭിചാവേക്ഷ്യ ന വികമ്പിതുമർഹസി ധർമ്മാതിയുദ്ധയോ അന്യക്ഷത്രിയസ്യ ന വിദ്യതേ. വിവർത്തനം. ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് നിനക്കുള്ള പ്രത്യേക കർത്തവ്യം ആലോചിച്ചാൽ മതശാസനാനുസൃതമായ
സമരത്തേക്കാൾ ഉത്തമമായ ഒരു കർമ്മവും നിനക്ക് ചെയ്യാനില്ല. അതിനാൽ വൈമുഖ്യം കൈവിടുക. ഭാവാർത്ഥം: സാമൂഹ്യ ഭരണ വ്യവസ്ഥ അനുസരിച്ച് മനുഷ്യനെ 4 വിഭാഗങ്ങളായി തിരിച്ചിട്ടുള്ളതിൽ സദ്ഭരണം നടത്തേണ്ട രണ്ടാമത്തെ കൂട്ടരാണ് ക്ഷത്രിയർ. ക്ഷത് എന്ന വാക്കിന് മുറിവേൽപ്പിക്കുക എന്നാണ് അർത്ഥം. ഉപദ്രവത്തിൽ നിന്ന് രക്ഷിക്കുന്നവനത്രേ ക്ഷത്രിയൻ. ത്രായതെ രക്ഷപ്പെടുത്തുക. ക്ഷത്രിയർ കാട്ടിൽ വെച്ചാണ് ഹിംസ പരിശീലിക്കുന്നത്. വാളുമേന്തി അവൻ കാട്ടിൽ ചെന്ന് വ്യാഘ്രത്തോട് നേരിട്ട് പൊരുതുന്നു. മരിച്ച വ്യാഘ്രത്തിന്റെ ശവം രാജകീയ ബഹുമതികളോടെ സംസ്കരിക്കപ്പെടും. ജയ്പൂരിലെ ക്ഷത്രിയ രാജാക്കന്മാർ അടുത്ത കാലം വരെ ഈ പതിവ് നിലനിർത്തി പോന്നു. മതനിയമപ്രകാരം വേണ്ടി വന്നേക്കാവുന്ന ഹിംസ ചിലപ്പോൾ ആവശ്യമായിരുന്നതിനാൽ വെല്ലുവിളിയിലും കൊലയിലും ക്ഷത്രിയർക്ക് പ്രത്യേക പരിശീലനം നൽകാറുണ്ട്. നേരെ സന്യാസാശ്രമം സ്വീകരിക്കുന്നത് അവർക്ക് നിഷിദ്ധമാണ്. രാഷ്ട്രീയത്തിൽ അഹിംസ ഒരു തന്ത്രമായേക്കാം, എന്നാൽ ഇത് ഒരിക്കലും തത്വാധിഷ്ഠിതമല്ല തന്നെ. മതാനുശാസനങ്ങളിൽ ഇപ്രകാരം കാണുന്നു: ആഹവേഷു മിഥോ അന്യോന്യം ജിഘാംസന്തോ മഹേഷിത യുദ്ധമാന പരം ശക്ത്യാ സ്വർഗം യാന്ത്യ പരാങ്മുഖ യജ്ഞേഷു പശവോ ബ്രഹ്മൻ ഹന്യന്തേ സതതം ദ്വിജൈ സംസ്കൃത കില മന്ത്രൈശ്ച തേ അഭി സ്വർഗമവാപ്നുവാൻ. അസൂയാലുവായ രാജാവിനോട് മത്സരിച്ച് പൊരുതി മരിക്കുന്ന ക്ഷത്രിയർ മരണശേഷം സ്വർഗലോകങ്ങളിൽ അധിവസിക്കുന്നു. യാഗാഗ്നിയിൽ മൃഗങ്ങളെ ബലി കഴിക്കുന്നത് കൊണ്ട് ബ്രാഹ്മണരും സ്വർഗം പോകുന്നു. മതതത്വങ്ങൾ അനുസരിച്ച് രണാങ്കണത്തിൽ ചെയ്യുന്ന ഹിംസയും യാഗാഗ്നിയിലെ ജന്തുബലിയും ഹിംസയായി കണക്കാക്കപ്പെടുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ധാർമ്മിക ശാസനങ്ങൾ അനുസരിച്ചായതിനാൽ ഏവർക്കും ഇതുകൊണ്ട് നേട്ടമേ ഉണ്ടാകുന്നുള്ളൂ. കാരണം ബലിക്ക് വിധേയമാകുന്ന മൃഗം പരിണാമ പ്രക്രിയകളിലൂടെ സഞ്ചരിക്കാതെ മനുഷ്യജന്മം പെട്ടെന്ന് നേടുകയും യുദ്ധക്കളത്തിൽ കൊല്ലപ്പെട്ട ക്ഷത്രിയനും ഹോമാദികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ബ്രാഹ്മണനും സ്വർഗലോകം ലഭിക്കുകയും ചെയ്യുന്നു. സ്വധർമ്മം 2 വിധമുണ്ട്. മുക്തനാകാത്തിടത്തോളം കാലം മതപ്രമാണങ്ങൾ അനുസരിച്ച് ഓരോ ശരീരത്തിനും നിറവേറ്റേണ്ടതായ കർമ്മങ്ങൾ ചെയ്യുക തന്നെ വേണം. എന്നാലേ മുക്തി ലഭിക്കൂ. ഒരാൾ മുക്തനാകുമ്പോൾ സ്വധർമ്മം ആത്മീയമായി തീരുന്നു. ശാരീരിക ബോധത്തോടെയുള്ളതല്ല. ശരീര ബോധത്തോടു കൂടിയ ജീവിതത്തിൽ ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും അവരുടേതായ കർത്തവ്യങ്ങളുണ്ട്. ഇവയെ ഒഴിവാക്കാൻ സാധ്യമല്ല. സ്വധർമ്മം എന്നത് ഈശ്വര കൽപ്പിതമാണ്. 4-ാം അധ്യായത്തിൽ ഇത് വിശദീകരിക്കുന്നുണ്ട്. ശാരീരിക തലത്തിൽ സ്വധർമ്മത്തെ വർണ്ണാശ്രമധർമ്മം എന്ന് പറയുന്നു. ആത്മജ്ഞാനത്തിലേക്കുള്ള ചവിട്ടുപടിയാണിത്. വർണ്ണാശ്രമധർമ്മം അഥവാ ശരീരപ്രകൃതികൾക്കനുസൃതമായ നിയത കർമ്മങ്ങൾ ചെയ്യുക എന്ന നിലയിൽ നിന്നാണ് മാനവധർമ്മം ആരംഭിക്കുന്നത്. ഏത് പ്രവർത്തന മേഖലയിലായാലും ശരി, ഉന്നത പ്രാമാണികരുടെ ആജ്ഞപ്രകാരം സ്വകർത്തവ്യം നിറവേറ്റുക എന്നത് ജീവിതത്തെ ഉത്കൃഷ്ടതയിലേക്ക് നയിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സരസ്വതി മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ ഭഗവാൻ സ്വധർമ്മത്തിനെ കുറിച്ചാണ് പറയുന്നത്. സ്വധർമ്മം അനുസരിച്ച് നോക്കുകയാണെങ്കിലും സ്വധർമ്മം അഭിജാതീയമാണ്. സ്വധർമ്മം വെച്ച് നോക്കുകയാണെങ്കിൽ ആത്മാവിന്റെ കാര്യമൊക്കെ ഒഴിവാക്കിയാലും സ്വധർമ്മം അനുസരിച്ച് നീ എന്ത് ചെയ്യണം? യുദ്ധം ചെയ്യണം. കാരണം എന്താണ്? നീ ഒരു ക്ഷത്രിയനാണ്. ധർമ്മ്യാദി യുദ്ധ ചെയ്യോ അന്യ ക്ഷത്രിയസ്യ വിദ്യത്തെ. നീ കർമ്മം കൊണ്ട് ഇതുവരെ ക്ഷത്രിയനാണ്, നീ യുദ്ധവീരനാണ്, വില്ലാളി വീരനാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ? നിനക്ക് യുദ്ധം ചെയ്യുന്നത് ഒരു സാധാരണ സംഭവമൊന്നുമല്ല, അസാധാരണ സംഭവമല്ല. നിനക്ക് സാധാരണമായിട്ട് യുദ്ധം ചെയ്യുന്നത് നിന്റെ സ്വഭാവമാണ്. ഇതിന്റെ മുന്നേയും എത്രയോ പ്രാവശ്യം നീ യുദ്ധം ചെയ്തിട്ടുണ്ടായിരുന്നു. അജ്ഞാതവാസ കാലത്തും നീ കൗരവപക്ഷത്തിനോട് യുദ്ധം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? വിരാട് രാജാവിനെ കൗരവർ ആക്രമിച്ച സമയത്ത് നീ അവരെ എതിർത്ത് തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ യുദ്ധം ചെയ്യുന്നത് നിന്റെ സ്വാഭാവികമായിട്ടുള്ള ധർമ്മമാണ്. അതിൽ നിന്ന് നിനക്ക് പേരും പ്രശസ്തിയുമുണ്ട്. അപ്പോൾ സമൂഹത്തിൽ നിന്റെ സ്ഥാനം എന്താണ്? ക്ഷത്രിയൻ എന്നുള്ളതാണ് നിന്റെ സ്ഥാനം. അപ്പോൾ അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നിന്റെ ജീവിതത്തിൽ ഉയർച്ചയ്ക്കായിട്ടുള്ള കർമ്മം എന്നാണ് ഭഗവാൻ പറയുന്നത്. അർജുനൻ ചോദിച്ചിട്ടുള്ളതും അത് തന്നെയായിരുന്നു. എന്താണ് എന്റെ ജീവിതത്തിൽ ഉയർച്ചയ്ക്കായിട്ട് ഞാൻ ചെയ്യേണ്ടത്? യശ്രേയസ്യ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം
ശാധിമാത്വാം ഭവനം. എന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അർജുനൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഭഗവാൻ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നു, നീ ക്ഷത്രിയനായതുകൊണ്ട് യുദ്ധം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നിന്റെ കർമ്മം. വേറൊരു കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല. മാത്രമല്ല, നിന്റെ സ്വധർമ്മം നീ അനുഷ്ഠിച്ചിട്ടില്ലെങ്കിൽ നീ ആ ഒരു പേരിന് പോലും യോഗ്യത ഇല്ലാത്തവനായിട്ട് മാറും. അല്ലെ, ഒരു ക്ഷത്രിയൻ യുദ്ധം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് അവനെ ക്ഷത്രിയൻ എന്ന് വിളിക്കാൻ സാധിക്കില്ല. ഒരു രാജാവ് ശത്രുക്കളോട് യുദ്ധം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് രാജാവായിട്ട് നിലനിൽക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ശീലപ്രഭുപാദർ പറയുന്നത് 2 തരത്തിലുള്ള സ്വധർമ്മമുണ്ട് എന്നാണ്. സ്വധർമ്മം എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട് എന്നാണ് പറയുന്നത്. സാധാരണഗതിയിലുള്ള സ്വധർമ്മം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സമൂഹത്തിലുള്ള നമ്മുടെ സ്ഥാനം അനുസരിച്ചിട്ടുള്ള പ്രവൃത്തിയാണ് സ്വധർമ്മം എന്ന് പറയുന്നത്. സമൂഹത്തിൽ നമ്മൾക്ക് ഒരുപാട് സ്ഥാനങ്ങൾ ഉണ്ടാവും. നമ്മുടെ വീട്ടിൽ ചില സ്ഥാനങ്ങൾ ഉണ്ടാവും. നമ്മൾ അച്ഛനായിരിക്കാം, അമ്മയായിരിക്കാം, അല്ലെങ്കിൽ മകളായിരിക്കാം, ഭാര്യയായിരിക്കാം, ഭർത്താവായിരിക്കാം. ഇതൊക്കെ സമൂഹത്തിലുള്ള നമ്മുടെ സ്ഥാനമാണ്. നമ്മുടെ ശരീരത്തിന്റെ നിലവാരം അനുസരിച്ചിട്ടുള്ള സ്ഥാനങ്ങളാണ്. അതേപോലെ സമൂഹത്തിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ജോലി ഉണ്ടായിരിക്കാം. നമ്മൾ അധ്യാപകനായിരിക്കാം, നമ്മൾ പോലീസായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആളായിരിക്കാം. ആ ജോലിക്ക് അനുസരിച്ചിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ, അതിലെന്തെങ്കിലും ദോഷമുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ വിട്ടു നിൽക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ആ ഒരു ജോലിക്ക് യോഗ്യനല്ലാതായിട്ട് മാറും. സമൂഹത്തിൽ നമ്മൾക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥ വരും. അല്ലെ, ഏത് കർമ്മത്തിനാണെങ്കിലും വിപരീതമായിട്ടുള്ള ഗുണങ്ങളുണ്ടാവും, ഗുണവും ദോഷവും ഉണ്ടാവും. എല്ലാ കർമ്മത്തിലും ഗുണം മാത്രം ഉണ്ടാവുകയില്ല. ഭഗവാൻ അത് പിന്നീട് പറയുന്നുണ്ട്. ധൂമേന അഗ്നിരിവാകുത, അഗ്നി ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? പുകയുണ്ടാകും. അതുകൊണ്ട് അതേപോലെ എല്ലാ ധർമ്മങ്ങൾക്കും എല്ലാ കർമ്മങ്ങൾക്കും അതിന്റെ കൂടെ എന്തുണ്ടാവും? ഗുണങ്ങൾ ഉള്ളതുപോലെ ദോഷങ്ങളും ഉണ്ടാകും. ഏതൊരു കർമ്മം നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാലും അതിന് ഒരുപാട് നല്ല വശങ്ങളും ഉണ്ടാവും, അതിന് ദോഷവശങ്ങളും ഉണ്ടാവും. ഒരു കൃഷി ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് നല്ല വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടും, ധാന്യം ഉൽപ്പാദിപ്പിക്കപ്പെടും, അതെല്ലാവർക്കും ഉപയോഗിക്കാം. അത് അതിന്റെ നല്ല വശമാണ്. പക്ഷെ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ മറ്റ് ഒരുപാട് ജീവജാലങ്ങൾ ഉപദ്രവിക്കുന്നുണ്ട്. കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ഉള്ള ജീവജാലങ്ങൾ, ഒരുപാട് കീടങ്ങൾ, കൃമികീടങ്ങൾ, ഇതിനെയൊക്കെ നശിപ്പിക്കേണ്ടി വരുന്നുണ്ട്. അതിനൊക്കെ ഉപദ്രവം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ കൃഷിക്കാരൻ പറയുകയാണ്, ഞാൻ നാളെ മുതൽ കൃഷി ചെയ്യുന്നില്ല. കാരണം കൃഷി ചെയ്യുമ്പോൾ മണ്ണിലുള്ള ഒരുപാട് ജീവജാലങ്ങളെ ഞാൻ ഉപദ്രവിക്കുന്നുണ്ട്. അതുകൊണ്ട് നാളെ മുതൽ ഞാൻ കൃഷി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം കൃഷിക്കാരനാണെന്ന് പറയാൻ യോഗ്യനല്ലാതായി മാറും. അദ്ദേഹത്തിന്റെ ധർമ്മം ചെയ്യുന്നില്ല. അത് സമൂഹത്തിന് നല്ലതല്ല. ധർമ്മത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് അദ്ദേഹത്തിനോ സമൂഹത്തിനോ നല്ലതല്ല. അതേപോലെ ഒരു അധ്യാപികയാണെങ്കിൽ പഠിപ്പിക്കുന്ന സമയത്ത് ചിലപ്പോൾ കുട്ടികളെ ശാസിക്കേണ്ടി വരും, കുട്ടികളെ ശിക്ഷിക്കേണ്ടി വരും. കുട്ടികൾ തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ശിക്ഷിക്കേണ്ടി വരും, ചിലപ്പോൾ അടിക്കേണ്ടി വരും. അപ്പോൾ അധ്യാപിക പറയുകയാണ്, ഞാൻ നാളെ മുതൽ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നില്ല. കാരണം കുട്ടികളോട് ചീത്ത പറയേണ്ടി വരുന്നു, കുട്ടികളെ അടിക്കേണ്ടി വരുന്നു, അതെനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വ്യക്തിക്ക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഓരോ ജോലിക്കും നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അല്ലെ, ഒരു പോലീസിനാണെങ്കിൽ കുറ്റവാളികളെ കണ്ടുപിടിച്ച് ശിക്ഷിക്കണം. അല്ലെ, എല്ലാവരും നന്മ നിറഞ്ഞവരാണ്, അതുകൊണ്ട് ഞാൻ ആരെയും ഒന്നും ഉപദ്രവിക്കില്ല, എല്ലാവരും സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചോട്ടെ എന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് പോലീസായിട്ട് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ ഏതൊരു സ്വധർമ്മം നോക്കുകയാണെങ്കിലും അതിന് നല്ല വശവും ഉണ്ടാകും, അതിന് ദോഷവും ഉണ്ടാകും. അത് ഭൗതിക ലോകത്തിലുള്ള എല്ലാ കർമ്മവും അങ്ങനെ തന്നെയാണ്. അപ്പൊ ദോഷം നോക്കിക്കൊണ്ട് നമുക്ക് അത് ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ല എന്നാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. നിന്റെ സ്വധർമ്മം സ്വാഭാവികമായിട്ട് നീ ക്ഷത്രിയനായതുകൊണ്ട് നീ നിന്റെ സ്വാഭാവികമായിട്ടുള്ള കർമ്മം ചെയ്യണം. പക്ഷെ പണ്ട് കാലത്തുള്ള വർണ്ണാശ്രമ വ്യവസ്ഥയിലുള്ള എല്ലാ സ്വധർമ്മവും അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു?
അതിന്റെ ഉദ്ദേശം ഭഗവാനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഭാഗവതത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അധപുംഭിർ ദ്വിജശ്രേഷ്ഠ വർണ്ണാശ്രമ വിഭാഗശ സ്വാനുഷ്ഠിതസ്യ ധർമ്മസ്യ സംസിദ്ധിർ ഹരിതോഷണം. ഭഗവാൻ ഹരിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എല്ലാവിധ കർമ്മങ്ങളും എല്ലാവിധ വർണ്ണാശ്രമ ധർമ്മങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വർണ്ണാശ്രമ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നതാണ്. അത് നമ്മുടെ സ്വധർമ്മമാണ്. കലിയുഗത്തിൽ ഇതിൽ നിന്ന് എല്ലാം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കലിയുഗത്തിൽ അതുകൊണ്ട് വർണ്ണാശ്രമ വ്യവസ്ഥ പൂർണ്ണമായിട്ടും പാലിക്കാനും നമ്മൾക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഭഗവാന്റെ നാമജപം അല്ലാതെ മറ്റൊരു വഴിയും നമ്മൾക്ക് ഉയർച്ചയ്ക്കായിട്ടില്ല എന്ന് ശാസ്ത്രങ്ങളൊക്കെ പറഞ്ഞു തരുന്നു. പൂർണ്ണമായിട്ടും വർണ്ണാശ്രമ വ്യവസ്ഥ ഇന്നത്തെ കാലത്തില്ല, അല്ലെ? ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നൊക്കെ പറഞ്ഞിട്ട് വിഭാഗമൊന്നുമില്ല. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരനെ കുറിച്ച് പഠിപ്പിക്കുന്ന വ്യക്തിയാണ്, ഏത് ജാതിയിൽപ്പെട്ട ആളാണെങ്കിലും. അതേപോലെ ക്ഷത്രിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണകാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. വൈശ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി ഗോരക്ഷ്യമൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. ശൂദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ എല്ലാവരെയും സഹായിക്കുന്ന വ്യക്തിയാണ്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? അവസാനം ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അന്നത്തെ ബ്രാഹ്മണനും അന്നത്തെ ക്ഷത്രിയനും രാജാവിനും ഭഗവാന്റെ ഹിതം അറിയാമല്ലോ. ഈശ്വര ഹിതം എന്താണ്, ഈശ്വരൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, ജനങ്ങളെ എന്താണ് പഠിപ്പിക്കേണ്ടത്, ജനങ്ങളെ എങ്ങനെയാണ് ഭഗവാനിലേക്ക് അടുപ്പിക്കേണ്ടത്, ഇതെല്ലാം അറിയുന്നവരായിരുന്നു ബ്രാഹ്മണനും ക്ഷത്രിയനും. അതുകൊണ്ട് അവർ പറയുന്നത് അനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും നേട്ടമുണ്ടായിരുന്നു. പക്ഷെ കലിയുഗത്തിൽ ഇന്നത്തെ കാലത്ത് അതൊക്കെ മാറി. ഗവൺമെന്റിന് പോലും ഈശ്വര വിശ്വാസമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾക്ക് ഈ ഒരു കാര്യം പൂർണ്ണമായിട്ടും വർണ്ണാശ്രമ വ്യവസ്ഥ പാലിക്കാൻ ഇന്നത്തെ കാലത്ത് സാധിക്കുന്നില്ല. അതുകൊണ്ട് ശാസ്ത്രങ്ങളിൽ പറയുന്നു, ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമൈവ കേവലം കലൗ നാസ്തേവ 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 ഗതിരന്യത. കലിയുഗത്തിൽ ഭഗവാന്റെ നാമം ജപിക്കുകയല്ലാതെ ഭഗവാനെ കീർത്തിക്കുകയല്ലാതെ മറ്റൊരു ധർമ്മവും നമ്മൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ് എല്ലാ പുരാണങ്ങളിലും ശാസ്ത്രങ്ങളിലും പറയുന്നത്. പക്ഷെ അർജുനന്റെ കാലത്ത്, ദ്വാപരയുഗത്തിൽ ഭഗവാൻ സംസാരിക്കുന്ന കാലത്ത് വർണ്ണാശ്രമ വ്യവസ്ഥ വളരെ കൃത്യമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അന്ന് എല്ലാവർക്കും അറിയാം ആരാണ് ക്ഷത്രിയൻ, ആരാണ് ബ്രാഹ്മണൻ, ആരാണ് വൈശ്യൻ, ആരാണ് ശൂദ്രൻ. ഇതെല്ലാം അവർക്ക് കൃത്യമായിട്ട് അറിയാം. എന്റെ സ്വധർമ്മം എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ കലിയുഗത്തിൽ നമ്മൾക്ക് ആരോടെങ്കിലും എന്താണ് സ്വധർമ്മം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും ആരും എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ ആരാണ്, എന്റെ സ്വധർമ്മം എന്താണ് എന്നൊന്നും ആരും എന്നെ പഠിപ്പിച്ചിട്ടില്ല എന്ന് എല്ലാവർക്കും പറയേണ്ടി വരും. അതുകൊണ്ട് നമ്മൾക്ക് ഉയർച്ചയ്ക്ക് കലിയുഗത്തിൽ ഭഗവാന്റെ നേരിട്ടുള്ള സേവനമാണ്, ഭക്തി സേവനമാണ് വിധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഭഗവാൻ അർജുനോട് പറയുന്നത് വർണ്ണാശ്രമ അനുസരിച്ച് ക്ഷത്രിയ ധർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അത് യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. ധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്യുക. ധർമ്മ്യാദി യുദ്ധാക്ഷയോ അന്യ ക്ഷത്രിയസ്യ ന വിദ്യതേ. ക്ഷത്രിയൻ ധർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ സമൂഹത്തിൽ ക്രിമിനലുകൾ വർദ്ധിക്കും, അല്ലെ? സമൂഹം പിന്നെ അവരുടെ പിടിയിലായിരിക്കും, കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ഒക്കെ പിടിയിലായിരിക്കും. അതുകൊണ്ട് നീ ധർമ്മത്തിന് വേണ്ടി ധർമ്മ്യാദി യുദ്ധാക്ഷയോ അന്യ ക്ഷത്രിയസ്യ ന വിദ്യതേ. ഈ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെ? നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം യുദ്ധം ചെയ്യുന്നതല്ല. യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി പല പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ മറുപക്ഷം യുദ്ധം ചെയ്യാൻ തയ്യാറായി വന്നിട്ടുള്ളതാണ്. സഭ യുദ്ധം ചെയ്യാൻ തയ്യാറായി വന്നിട്ടുള്ളതാണ് എല്ലാവരും. അതുകൊണ്ട് ഇനി ഒന്നും നോക്കാനില്ല, യുദ്ധം ചെയ്യുക മാത്രമേ നിന്റെ ധർമ്മമായിട്ടുള്ളൂ എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഓക്കെ, ഈ രണ്ട് ശ്ലോകത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം അടുത്ത ശ്ലോകം വായിക്കാം. പ്രഭു, ഇതിലെ മൃഗബലിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. മൃഗബലി അതെങ്ങനെയാ? നമ്മളൊരു മൃഗത്തെ കൊന്നു കഴിഞ്ഞാൽ ആ മൃഗം പെട്ടെന്ന് മനുഷ്യനായി ജനിക്കാനും അതുപോലെ അദ്ദേഹത്തിന് കൊല്ലുന്ന ആൾക്ക് ആത്മീയ ലോകത്തിൽ പ്രവേശിക്കാനും അധികാരമുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. യെസ്, ആത്മീയ ലോകത്തിൽ പ്രവേശിക്കാം എന്ന് പറയുന്നില്ല, സ്വർഗലോകം ലഭിക്കും എന്നാണ് പറയുന്നത്. അപ്പം ഇത് വേദങ്ങളിലുള്ള കർമ്മകാണ്ഡമാണ്, ആത്മീയമായിട്ടുള്ള കാര്യമല്ല ഇത്. കർമ്മകാണ്ഡം എന്ന് പറയും.
വേദങ്ങളിലുള്ള ആദ്യ ഭാഗം കർമ്മകാണ്ഡമാണ്. ഈ ലോകത്തിൽ ഇങ്ങനെ സുഖ സൗകര്യങ്ങൾ ലഭിക്കും. അതിന് വേദങ്ങളിൽ നിർദ്ദേശമുണ്ട്. നമ്മൾക്ക് ഓരോ സൗകര്യങ്ങളും ലഭിക്കുന്നതിന് ഓരോരോ യജ്ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ യജ്ഞങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് ആർക്ക് മാത്രമാണ്? ബ്രാഹ്മണ സ്വഭാവമുള്ളവർക്കാണ്. ശാസ്ത്രം മനസ്സിലാക്കാനും വേദമന്ത്രങ്ങൾ വളരെ വ്യക്തമായിട്ട് ഉച്ചരിക്കുന്നതിനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും സാധിക്കുന്നത് ബ്രാഹ്മണരുടെ സ്വഭാവമാണ്. അപ്പോൾ അവർക്ക് ആ വേദമന്ത്രത്തിന്റെ ശക്തി പരീക്ഷിക്കാൻ അവരെന്ത് ചെയ്യുമായിരുന്നു? മൃഗങ്ങളെ യാഗവേദിയിൽ വെച്ച് വധിക്കുമായിരുന്നു. പിന്നീട് വേദമന്ത്രങ്ങൾ ചൊല്ലി അതിന് ജീവൻ കൊടുക്കാനും അവർക്ക് സാധിക്കുമായിരുന്നു. അപ്പൊ കലിയുഗത്തിൽ അതും സാധിക്കുന്നില്ല, അല്ലെ? കലിയുഗത്തിൽ അങ്ങനെ സാധിക്കുന്നില്ല. മൃഗങ്ങളെ കൊന്നു കഴിഞ്ഞാൽ കൊന്നത് തന്നെയാണ്. വേദമന്ത്രങ്ങൾ ശരിയായിട്ട് ഉച്ചരിക്കാൻ സാധിക്കുന്ന ബ്രാഹ്മണന്മാർ കലിയുഗത്തിലില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള മൃഗവധമൊക്കെ കലിയുഗത്തിൽ നിരോധിച്ചിട്ടുണ്ട്. കലിയുഗത്തിൽ ചൈതന്യ മാത്രം പറയുന്നുണ്ട്, അശ്വമേധം ഗവാലംബം, അശ്വമേധം പശുയജ്ഞം, അതേപോലെ അശ്വത്തെ ഉപയോഗിച്ചുള്ള യജ്ഞം, ഇതൊക്കെ കലിയുഗത്തില് നിരോധിച്ചിട്ടുള്ളതാണ്. കാരണം വേദമന്ത്രത്തിനെ യഥാർത്ഥ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ബ്രാഹ്മണന്മാർ കലിയുഗത്തിലില്ല. അപ്പോൾ അന്നത്തെ കാലത്ത് മൃഗവധം ചെയ്താലും അതിന് ആ മൃഗത്തിനും ഗുണമുണ്ടായിരുന്നു. അതിന്റെ ഒരുപാട് കർമ്മങ്ങൾ തീർന്നു കിട്ടും. യജ്ഞത്തിൽ അതിന്റെ ശരീരം ഉപേക്ഷിച്ചത് കൊണ്ട് അതിന്റെ ഒരുപാട് കർമ്മങ്ങൾ തീർന്നു കിട്ടും. അതിനടുത്ത ജന്മം, ഉയർന്ന ജന്മം കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് അന്നത്തെ കാലത്ത് അത് അനുവദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് കലിയുഗത്തിൽ ഈ യജ്ഞങ്ങളൊക്കെ നിരോധിച്ചിട്ടുള്ളതാണ്. ഏതെങ്കിലും ഒരു വ്യക്തി യജ്ഞത്തിന്റെ പേരിൽ മൃഗത്തിനെ കൊല്ലുകയാണെങ്കിൽ, കലിയുഗത്തിൽ കൊല്ലുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട്, അതിന്റെ ഫലം അവർക്ക് അനുഭവിക്കേണ്ടി വരും. കാരണം കലിയുഗത്തിൽ അത് നിരോധിച്ചിട്ടുള്ളതാണ്. ഓക്കെ, താങ്ക് യു പ്രഭുജി. ഹേമലത മാതാജി, സ്വധർമ്മത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ 2 തരം ഉണ്ടെന്ന്, അത് ഏതൊക്കെയാ? അത് വിശദീകരിച്ച് പറഞ്ഞു. പക്ഷെ അത്